ഹായ് ഹലോ. അപ്പോൾ ഇന്നാണ് നമ്മളെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടായിരുന്നു, പക്ഷെ മടി കാരണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാനൊരു 7:58 ആയിട്ടുണ്ട് എത്തിയ സമയത്ത് കേട്ടോ. 7:50 പറഞ്ഞത് കുറച്ച് 8 മിനിറ്റ് ലേറ്റ് ആയി. നല്ല പെരും മഴയായിരുന്നു. പെരും മഴ വെച്ചാൽ അടാറ് മഴത്താണ് ഈ സാരിയും ഇതൊക്കെ കുത്തിക്കയറ്റി സ്കൂട്ടിമ വന്നത്. പിന്നെ ഞങ്ങൾ വന്ന പാടെ തന്നെ പൂവൊക്കെ ഇങ്ങനെ അരിയാനുള്ള പൂ കട്ട് ചെയ്ത് പ്രിപ്പയർഡ് ആവാൻ വേണ്ടി കണ്ട് ഓരോരുത്തർ റെഡി ആയി നിൽക്കണേന്. അത് കണ്ട് ഞങ്ങൾ വേഗം ഇരുന്ന് കട്ട് ചെയ്ത് റെഡി ആയാലാണ് നമ്മൾ വേഗം ഓണപ്പൂക്കളിട്ട് തീർക്കാൻ പറ്റുക. അപ്പോൾ കുറച്ച് പേര് ഇവിടെ നിലത്ത് ഇരുന്നു, കുറച്ച് പേര് അപ്പുറത്ത് മേശൻ്റെ അവിടെ ഇരുന്നു. ഞാൻ ആദ്യം റോസാണ് പിച്ചിട്ടത്. കാരണം റോസ് ഇതള് ആദ്യം ഇതുപോലെ ഇട്ടപ്പം എല്ലാവരും പറഞ്ഞ അരിയണം. കാരണം നമ്മളെ കളം വരുന്ന കുഞ്ഞു കള്ളികളായിട്ടാണ്. അപ്പം അതിനകത്ത് ചിലപ്പം ഈ വലിയ ഇതളുകൾ എടുക്കാൻ പറ്റൂലല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റോസ് അരിയൽ തുടങ്ങിട്ടാ. ഞാൻ നോക്കി ഒരു 8:15 കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീരാഗൊക്കെ കയറി വരുന്നത്. ഞാൻ കുറച്ചു നേരം ഒന്ന് എണീറ്റ് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഊരവേദനയായിട്ടൊന്ന് നീച്ച് നടക്കാതിരിച്ചോടെ നടക്കുകയെന്ന്. അപ്പോൾ ശ്രീരാഗ് വന്നിട്ട് ഊടുന്നു പഞ്ച് ചെയ്യാൻ വേണ്ടി. ലൈറ്റ് കട്ടാണെന്ന് പറഞ്ഞിട്ട് പഞ്ച് ചെയ്യാൻ ഊടണു. പിന്നെ മല്ലിക, റാഷിൻ, സെൽമത്തും പിന്നെ HR ഒക്കെ തലക്കിരുന്ന അരിയുണ്ട്. പിന്നെ റോസിന്റെ ഇതെല്ലാം ഇങ്ങനെ അരിയാന്ന് പറഞ്ഞിട്ട് ഉമ്മേർക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ അരിയാന്നുള്ള പ്ലാനിലായി. പിന്നെ ഓറഞ്ച് മല്ലിക നമ്മളെ വിമൽ സാറും പിന്നെ വേറൊരു ഏട്ടനുണ്ട്, മൂപ്പരും എല്ലാവരും കൂടി അരിയുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. കാരണം ഇത് ബ്ലോഗ് ഇടാൻ വേണ്ടി ഞാൻ വീഡിയോ പിന്നെ നോക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം റോസ് മാറ്റി പിടിച്ചിട്ട് ജമന്തി കുറച്ച് നേരം അരിയായിരുന്നു കേട്ടോ. നമ്മളെ ജാബിർ സാറും മോളെ കൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് പൂക്കളത്തിൽ പൂ ഇടിപ്പിച്ചത്. ഓള് അത് തീരുന്ന വരെ ആ മോള് അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ. ഫുള്ള് ഫിനിഷ് ആവുന്ന വരെ ആള് എണീറ്റ് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഫുള്ളും ഇട്ട് തീരുന്ന വരെ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വെച്ചാൽ ഇടുമായിരുന്നു, പൂ ഇടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് കളങ്ങൾ റെഡാണ് ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. റോസിന്റെ ആ ഒരു ഇത് ഇടാന്ന് വിചാരിച്ചിട്ട് റോസ് പൂവിന്റെ അതെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടത്. അങ്ങനെ ഓരോരുത്തർ ആ ഫസ്റ്റത്തെ കളങ്ങൾ മൊത്തം ഫില്ലാക്കിയതിന് ശേഷം ബാക്ക് വരാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ കളത്തിൽ മുട്ട് കുത്തിയിട്ടും കൈ കുത്തിയിട്ടൊക്കെ ഇരുന്നിട്ട് കുറെയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ലാസ്റ്റ് വന്ന ഫിനിഷ് ആയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഈ റെഡും ഭയങ്കര അട്രാക്റ്റ് ആണല്ലോ. അപ്പോൾ ഓരോ പൂ വെച്ചിട്ടുള്ള ഇത് ഫിനിഷ് ആക്കിയതിൻ്റെ അടുത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഓരോ തലകുലുക്കൽ കണ്ടിട്ട് ആരെന്തോ പണ നിൽക്കണ്ട. കാരണം ഒരു പാട്ടിട്ടിട്ടാണ് അതിന് തലകുലുക്കുന്നത്. ഞാൻ ആ പാട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടാത്തത്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ശല്യപ്പെടുത്തിയിട്ട് നൗഷാദ് ഖാനൊന്നും ഒരു സുഖം കൊടുത്തിട്ടില്ല. ഞാൻ മൂപ്പരെ കൊണ്ടൊക്കെ വീഡിയോ എടുപ്പിക്കുന്നു, സൽമത്തിനെ കൊണ്ട് മൂപ്പരെ കൊണ്ടൊക്കെ വീഡിയോ എടുപ്പിക്കലായിരുന്നു എൻ്റെ മെയിൻ പണി. പിന്നെ ഫസ്റ്റത്തെ ഒരു കളം ഫിനിഷ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അട്രാക്ഷൻ തോന്നിക്കായിരുന്നു. നല്ല നമ്മൾ സെൻറ്ററിൽ താമരപ്പൂവാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബ്രൗൺ കളർ നല്ല ഡാർക്ക് കളർ വരാൻ വേണ്ടിക്കാണ്ട് നമ്മൾ ചീര, ഈ കാട്ടുചീര ഇല്ല, അത് നമ്മൾ ഹനസിന്റെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് പറപ്പിച്ച് ചാക്കിലൊക്കെ കൊണ്ടിരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവനത് കൊടുക്കുന്നു. പിന്നെ കുറച്ച് പേര് അരിയാനും കുറച്ച് പേര് ഇടാനുണ്ട്. പിന്നെ ഞാൻ മേലത്തെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി മേലെ പോയിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടാ. ഞാൻ ലാസ്റ്റ് അങ്ങോട്ട് കുറച്ച് നേരം ഒന്ന് വാഷ്റൂമിൻ്റെ അവിടെ പോയി വന്നപ്പോഴത്തേനും ഏകദേശം ഒരു ഫിനിഷ് ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം കുമ്പിട്ട് നിന്നാണ്ട് അത് ഇടാൻ നിൽക്കുമ്പോൾ അധികം എല്ലാവർക്കും പറ്റുന്നില്ല. കാരണം കുറേ കഴിയുമ്പോൾ തല ഇറങ്ങണേ. പിന്നെ ഞാൻ മുർഷിന്റെ കുട്ടിനെ കാണാൻ വേണ്ടി ഒന്ന് പോയി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. ആളിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവരൊക്കെ കൂടി അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ കപ്പിൾ ഫോട്ടോഷൂട്ട്. ജാബിർ സാറും വൈഫും നല്ല ഫോട്ടോ പോസിങ്ങിലായിരുന്നു. ഞാനും കുറച്ച് പോസിംഗ് ഒക്കെ പറഞ്ഞെടുത്തു. ഓരോരുന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഫൈനൽ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓണപ്പൂക്കളം. ഒരു 10:30 ആവുന്ന സമയത്ത് 10:45 ഒക്കെ ആവുന്ന സമയത്താണ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ അവിടെ പോയിരുന്നു പൂക്കളിട്ട്. പിന്നെ വീഡിയോ കിട്ടണമല്ലോ, അതിന് വേണ്ടി പിന്നെ ഞാൻ പോയിരുന്നുണ്ടായിരുന്നു. ശ്രീരാഗാണെങ്കിൽ എനിക്ക് ലാസ്റ്റ് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഒക്കെ ആണ് എടുത്ത് അതിന് വേണ്ടിയിട്ട് വലിയൊരു താങ്ക് യു. കാരണം എനിക്ക് നല്ല ഇഷ്ടമായ വീഡിയോ ആയിരുന്നു. ഞാൻ നല്ല ലാസ്റ്റ് എത്താറുണ്ട്. പിന്നെ ക്ലാസ്സിൽ നിന്നുള്ള പേരൊക്കെ അടിയൊക്കെ വന്നാണ്ട് എഴുതി സെറ്റാക്കി അതൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഫൈനൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ എടുക്കുമ്പോൾ എത്ര ഷേക്ക് മൂന്നത്തി വിടാൻ പോയി ഒരാളെ പിടിച്ച് സപ്പോർട്ട് ചെയ്താൽ നമ്മളത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അങ്ങനെ എടുത്ത്. പിന്നെ ശ്രീരാഗാണ് വിളക്ക് കത്തിച്ച്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പുള്ളിണ പോലെ ഉണ്ടായിരിക്കുന്നത്. തീപ്പെട്ടിക്കുള്ളിൽ പൊള്ളിയിരുന്നു ഉണ്ടായിരുന്നു. ഒരു കുറച്ചിൽ ചാട്ടുണ്ടായി. പിന്നെ പതുക്കെ വിളക്ക് സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ വിളക്ക് മുഴുവൻ വിടും. അങ്ങനെ പതുക്കെ വരാൻ പറ്റുള്ളൂ എന്ന് പറയാം. പിന്നെ പതുക്കെ വന്നിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് സെറ്റാക്കി. പിന്നെ പഴം വെച്ചിട്ട് അതിൻ്റെ ചന്ദനത്തിരി കത്തിച്ച് അങ്ങനെ വെച്ചിട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കലായിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്നുള്ള ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആർപ്പുവിലൊക്കെ കഴിഞ്ഞതിന് ശേഷം വടംവേലിൻ്റെ ടീംസാണിത്. ഒരു ടീം
ടീം എ ടീം ബി അങ്ങനെ പറഞ്ഞിട്ട് ടീം നസ്രുഖാക്ക് ടീമിലെ ഓരോ ടീമിന്റെ പേര് അങ്ങോട്ടൊന്നും വിളിച്ചു പറയണേ. എന്നിട്ട് ഇതാണ് ഫസ്റ്റ് ടീം കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെയല്ല സംഭവിച്ചത്. ഞാൻ തോൽക്കുന്നു വിചാരിച്ചത് ജയിച്ചു എന്ന് വിചാരിച്ചത് തോറ്റു, അതുണ്ടായത്. ഇതാണ് സെക്കൻഡ് ടീം. പിന്നെ ഇവരോട് തമ്മിൽ പോയി വിളിക്കാൻ പറഞ്ഞു. ഇവർ തല്ലാൻ വിളിക്കണ പോലെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മള് വടംവലിക്കുള്ള ഒരു ഇത് ഞങ്ങൾ ജയിക്കുന്നുള്ള ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ രണ്ടു വീട്ടിലൂടെ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങണ ആവേശമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മറ്റവരാണ് ഫസ്റ്റ് എടുക്കാന്ന്. പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻ ഫുള്ള് തെറ്റായിരുന്നു. HR പറഞ്ഞത് ലാസ്റ്റ് ശരിയായത്. മൂപ്പര് പറഞ്ഞത് ക്യാമറ ആ ഭാഗത്തേക്ക് തിരിക്കേ വേണ്ട, ഈ ഭാഗത്തേക്ക് തിരിച്ചു ഞങ്ങളാ ജയിക്കാന്ന് പറഞ്ഞത്. ഞാനത് തമാശ ആക്കിയിട്ട് വിചാരിച്ചു. പക്ഷെ മൂപ്പര് പറഞ്ഞ അച്ചട്ടായിരുന്നു. ജയിച്ചു എന്ന് വെച്ചാൽ ജയിച്ചു. അവര് പഴക്കൊല ഇരുന്നിട്ടാ പ്രൈസ്. പഴക്കൊല കിട്ടിയ സന്തോഷമായിരുന്നു അവർക്കൊക്കെ. ഇവര് ചർച്ചയും ഗൂഢാലോചന കണ്ടിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര മത്സരത്തിന് പങ്കെടുക്കുന്ന പോലെയാണ്. കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വിളിക്കണം ഇവിടെ ജുറേജ് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ വിളിക്കണം അങ്ങനെ വിളിക്കണം എന്ന്. ഇവിടെ നസ്രുഖാക്കയാണ് ഫുള്ള് നേതൃത്വം വഹിച്ചിട്ടാ പറഞ്ഞു ആ ഭാഗത്തേക്ക് ക്യാമറ ഒക്കെ ഉണ്ട്, ഇവിടെ ജയം വരുള്ളൂ. മൂപ്പര് ഒന്ന് പറയാൻ എന്നോട്. അപ്പൊ ഞാൻ ജയിക്കുമല്ലേ പറഞ്ഞപ്പാന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് പോവുകയാണ്. മൂപ്പര് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചത്. ഇവരെ സ്ട്രെങ്ത് ആണെന്ന് ഞാൻ വിചാരിച്ചു ഇവര് തോൽക്കുകയായിരുന്നു. പക്ഷെ ഇവരെന്നെയാണ് ജയിച്ചത്. എന്താ ചെയ്യാം, നമ്മൾ വിചാരിച്ചൊന്നും ശരിയാവുന്നില്ല. അങ്ങനെയാണ്. പിന്നെ ഇവരെ വീഡിയോ സൈമത്തിനെ കൊണ്ട് എന്നെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവേശം കണ്ടിട്ട് ചിരിയും വരുന്നുണ്ടാവും. പിന്നെ വീഡിയോ വീഡിയോ ഒക്കെ മുണ്ടൊക്കെ എടുത്തോണ്ട് പോവല്ലോ. തുണി എടുത്ത് പരിചയം എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലാത്തവര് ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. അവർക്ക് തന്നെ പേടിയുണ്ട് തുണി എടുത്തിട്ട് കൊളാവോ എന്നുള്ളത്. പിന്നെ ഇവര് മത്സരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വലിക്കാൻ നോക്കുക. അതിന് ചെയ്തിട്ടിപ്പം സാറിന്റെ ഇത് ചെയ്തിട്ട് പിന്നെ മടങ്ങിന്ന് ജയിക്കൂലെന്ന് വെച്ചപ്പോ ഞങ്ങൾ ജയിക്കൂന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രെങ്ത്തിൽ നിൽക്കാണ്. കണ്ട എന്താണ് ഇവരിവിടെ പിടിച്ചു വെച്ചിട്ടും നിങ്ങൾ സ്പീഡിൽ വലിക്കരുത്, ഇപ്പൊ ഞാൻ ഇതൊന്ന് ലൂസാക്കി പിടിക്കട്ടെ എന്റെ ഇവര് സമ്മതിക്കണ്ട. ഇവര് കയറ് കിട്ടിക്കൊണ്ട് വലിച്ച് റെഡിയാക്കാണ്. കയറ് ഞാനും ജസ്റ്റ് ഒന്ന് പോയി പിടിച്ചു നോക്കിണ്ടായിരുന്നു വേടാട്ടോ. അങ്ങനെ വലിയ കാനൊന്നുമില്ല, കാനം ഉണ്ട് പക്ഷെ അത്രക്കില്ല. പിന്നെ മത്സരം തുടങ്ങി. ഇവരെ വലി കണ്ടിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരെന്നെ ജയിക്കുള്ളൂ എന്നുള്ളത്. ടീം ബി ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെ അങ്ങോട്ട് ഓടിപ്പോവുകയും ചെയ്തത്. പിന്നെ നൈസായിട്ട് നമ്മൾ ശ്രീന്റെ കാല് ഒന്ന് മറ്റേ മസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആട് സിനിമത്തെ ഷാജി പാപ്പാനെ ഓർമ്മ മൂപ്പരെ നടു വെട്ടുന്ന പോലെ അവന്റെ മസിൽ കയറിയിട്ട് ഓനക്ക് പിന്നെ ഒന്നിനും വെയ്യായിരുന്നു. പിന്നെ ഇവരെ ഫസ്റ്റ് ഇവര് ജയിച്ചോണ്ട് സെക്കൻഡ് അവരെന്നെ കൊണ്ടുവന്ന് കുറപ്പായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. സെക്കൻഡ് ഫസ്റ്റ് ഓലെന്നെ എടുത്ത് ഇവരെ വലിച്ചു കൊണ്ടുപോയിട്ട് HR പഴക്കൊല്ലം എന്തി ഇരുന്നിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നു. മറ്റേ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ 5th ഫ്ലോർ കാട്ട് എല്ലാവരും കൂടി പോയത്. അവിടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടുകോടൽ, മ്യൂസിക്കൽ ചെയർ, കൈപ്പങ്ങ തീറ്റ മത്സരം, പിന്നെ അതേമാതിരി ബണ്ണൊക്കെ തിന്നണ മത്സരം. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കസ്റ്റമർ വന്നപ്പോൾ ഞാനും താഴെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ കൂടെ 2-3 പേരൊക്കെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. കൈപ്പങ്ങ തീറ്റ മത്സരത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ റൗണ്ടിൽ ഞാൻ ജയിച്ചു. സെക്കൻഡത്തെ റൗണ്ടിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ജയിച്ചില്ല. കാരണം ഒടുക്കത്തെ കൈപ്പായിരുന്നു. നടുക്കഷ്ണം എനിക്ക് കിട്ടി. അത് കിട്ടിയൊരു വാൽഭാഗത്തുള്ള കഷ്ണമായിരുന്നു. ഇതിൽ സെമിന മാം കേട്ടോ ഫസ്റ്റ്. സെക്കൻഡിലും 37 ഫസ്റ്റ് എടുത്തത്. ഞാൻ 100 മാം ഫസ്റ്റ് എടുക്കുന്ന വിചാരിച്ചു. പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ തെറ്റായിരുന്നു. സെമിന മാം ചാടി കളിച്ചിട്ടാണെങ്കിൽ മുഴുവൻ തന്നു. പിന്നെ ആണുങ്ങളെ മത്സരത്തില് ഈ കൂട്ടത്തിൽ നിന്നപ്പോ ഞാൻ വിചാരിച്ചു സാറിന് താല്പര്യമില്ല, അതാണ് സാറ് അതിൽ നിന്നിട്ടുള്ളത്. സാറ് ഛർദിക്കാൻ വന്നിട്ട് സാറ് ഓടി. സാറ് പകുതി വൊമിറ്റ് ചെയ്തിട്ട് ഓടി ഓടി രക്ഷപ്പെട്ടു. പിന്നെ റാഷിനെ ഞാൻ വിചാരിച്ചു റാഷി ഫസ്റ്റ് എടുക്കുന്നു. പക്ഷെ റാഷി ഫസ്റ്റ് എടുത്തില്ല. റഹീമാണ് ഒരു ഫസ്റ്റ് കൊണ്ടായത്. അവൻ വേഗം വായിക്ക് മൊത്തം ഇട്ടിട്ട് ചവക്കൽ തന്നെ ഇരുന്നു. അത് ഇറക്കിയാൽ മാത്രമേ ഫസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്, തുപ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഫസ്റ്റത്തെ റൗണ്ട് തന്നെ ജയിച്ച് സെക്കൻഡ് റൗണ്ട് എടുക്കാൻ പറ്റുമെന്ന് കുറപ്പായിരുന്നു. കാരണം അത് കയ്പങ്ങ അത്യാവശ്യം കഴിക്കുമല്ലോ എന്താ വെച്ചാലും. പക്ഷെ എന്നാലും ഇത് വലിയ ഒരു വെള്ള കയ്പങ്ങയാണ്. അതുകൊണ്ട് വല്ലാണ്ട് കയ്പില്ല. വായി കിട്ടാണ്ട് കഴിക്കണ ലെവലിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ടുകോടല്. വൈശവിനാണ് ഫസ്റ്റ് ഇവർക്ക് ഉദ്ഘാടിക്കാൻ കിട്ടിയത്. ഓനെ പിടിച്ച് തിരിച്ചിട്ട് ബോർഡ് ഒരു സ്ഥലത്തും ഓൻ വേറെ സ്ഥലത്ത് വരുന്നു. ഓനെ ബോർഡിന്റെ അടുത്ത് പോകാതെ അവിടെ ഉള്ള തൂന്നു കൊണ്ടിട്ട് നല്ല രസത്തിൽ പൊട്ടിട്ട് കൊടുത്തിക്കണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യണേ വേണ്ട, ബോർഡ് ഇവിടെയാണ് ഇരിക്കണത്, അങ്ങനെ ചെയ്യരുത്, ബോർഡിന്റെ സെന്ററിൽ നിർത്തിയിട്ട് നേരെ പോയിക്കോന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും സുന്ദരിക്ക് പൊട്ടിടില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ട് കിട്ടും പൊട്ടുന്ന് പറഞ്ഞ്. അങ്ങനെ ഓൻ നൈസായിട്ട് കണ്ട ആ തൂണി നല്ലപോലെ ഇട്ടിട്ട് നോക്കിയപ്പോ തൂണെന്ന് മനസ്സിലായി. ഓന് പോയ സ്ഥലം വേറെ മനസ്സിലായി. ആകെ വഷളായി. പിന്നെ അത് കഴിഞ്ഞ് ഒരുവിധ ആൾക്കാരൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് അതിലെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ വേണ്ടിട്ട്. ഇനി റഹീം പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ സഫ്വാൻ പങ്കെടുത്തു. MD-നെ വരെ ഇതിൽ ആക്ച്വലി പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഫസ്റ്റ് കൊണ്ടായത് നമ്മളെ ലേഡീസിന്റെ കരുത്തായിരുന്നു. മുർഷിയായിരുന്നു ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെ ആട്ടിലും കൂട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഫസ്റ്റ് എടുക്കാൻ തോന്നും. പക്ഷെ നമ്മളത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് ബ്ലാങ്ക് ആവുമല്ലോ. നല്ല ഇരുട്ടായിട്ട് തിരിച്ചറിയുമ്പോഴില്ല കണ്ട സാറിനൊക്കെ പിടിച്ച് കെട്ടി. പാവം സാറ്. ഞാൻ ഒരു സാറിനെ കറക്കിയപ്പോ എനിക്ക് നല്ല പേടിയായിരുന്നു. അതിന് ഒന്നാമത് നമ്മൾ കറക്കാൻ പാടില്ലല്ലോ.
നമ്മൾ അങ്ങനെ കറങ്ങുമ്പോൾ തന്നെ കണ്ണ് കിട്ടിയിട്ട് നമ്മൾ കറങ്ങുമ്പോൾ നമുക്ക് തല ഇറങ്ങും. ഞാനൊരു പ്രാവശ്യം കോളേജിലുള്ള സമയത്തിൽ പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാഞ്ഞത്. വേറൊരു മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ ആ കൈപ്പങ്ങ് തിന്നലിന് അതിന്റെ ഒരു പ്രാവശ്യം ജയിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം പൊട്ടിപ്പോ ഞാൻ പിന്നെ പോയില്ല. പിന്നെ സാറിന് വെച്ചിട്ടാണ് സാറിന് ഇതാക്കി. പക്ഷെ സാറ് അതിന്റെ ജസ്റ്റ് ഒരു റൈറ്റ് എന്താ പുരികത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ടാണ് സാറ് കുത്തിയിട്ടുണ്ടായിരുന്നിട്ടാ. പിന്നെ റാഷിന്റെ ആവേശം ഓരോ ബോർഡിലെ ഒരു എന്താണ് ചിത്രം വരച്ചപ്പോ തന്നെ ഇതിൽ ഞാനും പങ്കെടുക്കും പറഞ്ഞിട്ട് ഇതാക്കിയിരുന്നു. എന്നിട്ട് വീഡിയോ എടുക്കുന്ന സൈഡിലേക്ക് വരുന്നേ, നിങ്ങൾ വരില്ലേ അങ്ങോട്ട് നേരക്ക് പോകുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് വരണം. എന്നിട്ട് ബോളും പോയി തൊട്ടിട്ട് MD ഇട്ട് അതേമാതിരി തന്നെ മാർക്കറൊക്കെ പിടിച്ച് ഇട്ടിക്കണ്, അതിന്റെ കവളത്താ കൊണ്ടുപോയി ഇട്ടിക്കണെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വിജയ് സാറിനെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജാബിർ സാറിന്റെ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആത്മാർത്ഥതയുള്ള പോലെ തോന്നി. കാരണം സാറ് ആ ബോർഡിന്റെ ഭാഗത്തേക്ക് പോകാതെ സാറിന്റെ ഫർണിച്ചേഴ്സിനോടുള്ള സ്നേഹം എവിടെയും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം എത്ര തിരിച്ചിട്ട് നേരെ പോകുന്ന സാറ് ലെഫ്റ്റിക്ക് അങ്ങനെ പോയിട്ട് അവിടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, കുറച്ച് ഫർണിച്ചേഴ്സ്. ഇവിടുത്തെ ഒരുപാട് സ്റ്റോക്ക് വേറെ ഫ്ലോർക്ക് മാറ്റിയിട്ട് ഞങ്ങൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടോ. അപ്പൊ സാറ് ആ ഫർണിച്ചേഴ്സിനുള്ള സ്നേഹം അവിടെയും പ്രകടിപ്പിച്ചു. അതിനൊക്കെ പോയി തൊട്ടുനോക്കിയിരുന്നു. പിന്നെ ലാസ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ ഇതാക്കിയപ്പോ കുറച്ചിങ്ങോട്ട് പോയി. ഒരു പ്രാവശ്യം ബോർഡിൽ ഒരാൾക്ക് തൊടാനുള്ള അവസരം ഉണ്ടാവും കേട്ടോ. എല്ലാ മത്സരാർത്ഥികളും ഒരു ഒറ്റ പ്രാവശ്യം ബോർഡിൽ തൊടാം. സാറ് വേറെ എവിടെ പോയിട്ടാണ് പൊട്ടുത്തിരുന്നത്. പിന്നെ നമ്മൾ മുർഷി എന്ന് ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അവൾ ഏകദേശം ഫുഡ് വെക്കുന്ന ഒരു ഏരിയ തന്നെയാണ്, ജസ്റ്റ് MD വെച്ചതിന്റെ കുറച്ച് ഇപ്പുറത്താണ് അവള് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് അവൾക്കും സെക്കൻഡ് സാറിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തേർഡ് അവിടെ ഇത് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിന്റെ അടുത്ത് എത്തി അവള് ഇട്ടത്. എന്തായാലും വേണ്ടില്ല, നമുക്കൊരു ഇത് കിട്ടി. കൈപ്പങ്ങ തീറ്റ മത്സരത്തിൽ ലേഡീസിന്റെ ഭാഗത്തും അതേപോലെ തന്നെ ഇതിലും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പോയി വന്നപ്പോത്തിന് ഇവിടെ സദ്യക്കുള്ള കാര്യങ്ങൾ ഒരുക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇത് വിളമ്പുന്ന ടൈമിൽ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ്, വീഡിയോ എടുക്കുമ്പോഴാണ് കസ്റ്റമർ വന്നിട്ടുണ്ട്. നമ്മൾ ചേച്ചി വിളിച്ചു വന്നപ്പം സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങോട്ട് വന്നപ്പോത്തിന് ഇവരെല്ലാവരും കഴിക്കൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെ കൂടെ ഇരുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെയുള്ള 2-3 പേരും ഇതേപോലെ തന്നെ കഴിക്കാൻ റെഡിയാവുന്ന കസ്റ്റമേഴ്സ് വന്നപ്പോൾ അവരുടെ കൂടെ പോയി. പിന്നെ ഈ മത്സരം കണ്ടിട്ട് എനിക്ക് പാവം തോന്നി. കുട്ടികൾ വീഴോ എന്നുള്ള പേടിയോട് ശ്രീരാഗും അവരൊക്കെ ബാക്കിൽ പിടിക്കാൻ നിൽക്കുന്നു. നസുഖാക്കിയും അതേപോലെ തന്നെ നമ്മളെ റിസ്വാനൊക്കെ. കുട്ടികൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാല് വെച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പം മേ ബി വീണാലോ വിചാരിച്ചു. പിന്നെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ഇട്ട് അവിടെ തന്നെ എൻജോയ് ചെയ്ത് ഒരു 4 മണി ആയപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വീട്ടിലൊക്കെ പോകാനുള്ള ടൈമൊക്കെ ആയി. എന്റെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ